തിരുവനന്തപുരം വർക്കല പാപനാശം കടപ്പുറത്ത് പഠനത്തിനായി സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. ഒരു വർഷം മുമ്പ് ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് വിനോദസഞ്ചാരികൾക്ക് പരിക്കു പറ്റിയിരുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് പഠനം വേണമെന്ന ആവശ്യമൊക്കെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് പാപനാശം കടപ്പുറത്ത് പഠനത്തിനായി സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും തകർന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ക്ഷമത പരിശോധനയ്ക്ക് വേണ്ടിയാണ് NIITയിലെ വിദഗ്ധർ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സ്ഥാപിച്ചത്. അതിന്റെ പരീക്ഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി അത് തകർന്ന് അടിഞ്ഞത്. 2024 ജനുവരി 1-ാം തീയതിയാണ് പുതുവർഷ സമ്മാനം എന്ന നിലയ്ക്ക് വർക്കല പാവനാശത്ത് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചത് തമിഴ്നാട് ആസ്ഥാനമാക്കിയുള്ള ഒരു വാട്ടർ സ്പോർട്സ് കമ്പനിയായിരുന്നു. ഇവർ സ്ഥാപിച്ച് ഏകദേശം 2 മാസം പിന്നിടുമ്പോഴേക്കും ആ സഞ്ചാരികൾ അതിനകത്ത് ഇരുന്ന് സമുദ്രത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് തകരുകയായിരുന്നു. അന്ന് ഏതാനും പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇതിനിടയിൽ ഈ കമ്പനി തന്നെ വീണ്ടും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരുന്നെങ്കിലും ആ പരിസരവാസികളുടെ എതിർപ്പിനെ തിരികെ എത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം.